ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വീക്ക്ലി ഷോപ്പിങ്ങിന് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷോപ്പിംഗ് ലിഡിലേക്കാണ് പോകുന്നത്. ലിഡിൽ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ UK കമ്പാരിറ്റീവ്ലി നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ പറ്റിയ സൂപ്പർ മാർക്കറ്റുകളിലാണ് ലിഡിൽ, ആൾഡി, അതുപോലെ തന്നെ ഹോം ബാർഗൻ അങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ. അപ്പം നെക്സ്റ്റ് ഒരു വീക്കിലേക്ക്, ഇന്നിപ്പോൾ വെനസ്ഡേ ആണ്, അപ്പോൾ ഞാൻ ഇന്ന് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അടുത്ത വെനസ്ഡേ ആയിരിക്കും അടുത്ത ഷോപ്പിങ്ങിന് പോകുന്നത്. അങ്ങനെ ഒരു 1 വീക്കിൻ്റെ ഗ്യാപ്പിലാണ് ഞാൻ ഷോപ്പിങ്ങിന് പോകാറ്. അപ്പോൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഓരോ സാധനങ്ങൾക്കും എത്രയാണ് വില എന്ന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാമെന്നാണ് വിചാരിച്ചേക്കണം. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് മോറിസണിൽ പോയായിരുന്നു കേട്ടോ. മോറിസൺ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ക്വാളിറ്റി ഫുഡ് എന്നാണ് പറയുന്നത്, പക്ഷേ കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ ലിഡിലിനേക്കാളും ആൾഡിയേക്കാളും ഒക്കെ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ് മോറിസൺ, പക്ഷെ കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള ഫുഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അത്യാവശ്യം മോറിസൺ നമുക്ക് കുറച്ചും കൂടെ അടുത്ത, ലിഡിൽ നമുക്ക് കുറച്ച് ഇതിനെ നടന്നു പോകാനുണ്ട്. മിക്ക പരിപാടികൾക്കും ഞാൻ നടന്ന് തന്നെയാണ് പോവാറ്. അപ്പം നടന്നു പോകുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് ഒന്നാമത്തെ കാര്യം ട്രാൻസ്പോർട്ടേഷൻ ഇല്ല, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സസൈസ് എന്നുള്ള രീതിക്കാണ് ഞാൻ നടക്കുന്നത്, ബോഡി ആക്റ്റീവായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതാണെങ്കിൽ എല്ലാ ദിവസവും നടന്ന് തന്നെയാണ് പോകാറ്. അതുപോലെ ഇങ്ങനെ ഷോപ്പിങ്ങിൻ്റെ പരിപാടിക്ക് എല്ലാത്തിനും തന്നെ മിക്കപ്പോഴും ഞാൻ നടന്നു. ഈവൻ ടൗൺ സെൻറ്ററിലേക്ക് ആണെങ്കിൽ കൂടി ഇവിടുന്ന് ഒരു അരമണിക്കൂർ ബസ്സിനുണ്ട്. അപ്പം നടക്കാനാണെങ്കിൽ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറിൻ്റെ ഇടയ്ക്ക് നടക്കാനുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ടൗൺ സെൻറ്ററിലേക്ക് നടന്ന് തന്നെയാണ് പോകാറ്. അതിപ്പോൾ ഒരു എക്സസൈസിൻ്റെ ഭാഗമായിട്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് ഒരുപാട് നടന്നു പോകാനുണ്ട് ലിഡിലേക്ക്. മോറിസണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അടുത്താണ്. അപ്പോൾ ക്വിക്കായിട്ടുള്ള ഷോപ്പിംഗ്, പെട്ടെന്ന് പോയി എന്തെങ്കിലും എടുക്കാനായിട്ടാണെങ്കിലും മോറിസണിൽ പോകാറുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം മോറിസണിൽ പോയപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മോറിസണിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു, അത്യാവശ്യമായിട്ട് ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങൾ. അപ്പം ഒത്തിരി സാധനങ്ങൾ, ഒരാഴ്ചത്തേക്കുള്ള ഷോപ്പിങ്ങിൽ ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചിട്ടില്ല. പിന്നെ നമ്മളിപ്പോൾ ഈ ആഴ്ച കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചാലും അതിൽ കുറച്ച് അടുത്ത ആഴ്ചത്തേക്ക് നിൽക്കില്ല. അപ്പോൾ അത് കുറച്ച് നമ്മൾ ഈ ആഴ്ച വാങ്ങിക്കുള്ളൂ. അങ്ങനെ നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടായിരിക്കുമല്ലോ ഓരോ ആഴ്ചകളിലും വാങ്ങിക്കുന്നത്. എന്നാൽ കൂടെ വാങ്ങിക്കാൻ പോകുന്ന സാധനങ്ങൾ, വാങ്ങിച്ച സാധനങ്ങൾ അതിൻ്റെ വില ഓരോന്നായിട്ട് സെപ്പറേറ്റ് കാണിച്ചു തരാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 8 മണി 8:30 കഴിഞ്ഞിട്ട സമയം. നല്ല ഇരുട്ടായിട്ടുണ്ട് ഇവിടെ, കാരണം വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ പൊതുവേ നല്ല ഇരുട്ടാണ്. അപ്പോൾ ആദ്യമേ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് ബേക്കറി ഐറ്റംസിലേക്കാണ് പോകാറ്. പക്ഷേ ഞാൻ ഇന്ന് ബേക്കറി ഐറ്റംസ് ഒന്നും തന്നെ വാങ്ങിച്ചിട്ടില്ല, കാരണം ഇറങ്ങുമ്പോൾ മെക്ഡിന്നൊരു ബർഗർ വാങ്ങിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ നമ്മൾ ആദ്യം തന്നെ ബനാനയിലേക്കാണ് പോകുന്നത്. നമ്മുടെ സാധാരണ നാട്ടിലെ റോബസ്റ്റ് പഴമൊക്കെ പോലത്തെ പഴമാണ് കേട്ടോ. അതിൻ്റെ ഒരു 78 pence ആണ്. പിന്നെ ബേബി സ്പിനാച്ച്, ചീരയുടെ നാട്ടിലെ ചീരയായിട്ട് സാമ്യമുള്ളൊരു സാധനം, അതിനൊരു 98 pence ആയിരുന്നു. പിന്നെ നമ്മുടെ ആപ്പിൾ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ആപ്പിളാണ്. എന്താണ് അതിൻ്റെ വിലയുടെ വ്യത്യാസം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ ഓരോന്നിൻ്റെ റേറ്റ് നമുക്ക് കാണാം കേട്ടോ. പച്ചമുളകിനാണെങ്കിൽ 69 pence ആണ്, ഇഞ്ചിക്ക് 5 pounds ആട്ടോ. പക്ഷേ നമ്മൾ വെയിറ്റ് അനുസരിച്ചാണ് നോക്കുന്നത്. അപ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി അതിന് എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ചിക്കൻ എപ്പോഴും തന്നെ ചിക്കൻ തൈസ വാങ്ങിക്കാറ്. അതിന് 2.85 pounds ആണ്. എനിക്കത് ഉണ്ടാക്കാനുള്ളൊരു എളുപ്പം കൊണ്ടാണ് കേട്ടോ തൈസ് വാങ്ങിക്കാറ്. ഞാൻ ആ പീസ് മുറിക്കാറൊന്നുമില്ല, അതുപോലെ തന്നെ ഉണ്ടാക്കാറ്. പിന്നെ സ്കിന്നൊക്കെ പറിക്കാനാണെങ്കിലും എളുപ്പം ചിക്കൻ തൈസാണ്. അതുകൊണ്ട് മിക്കപ്പോഴും തന്നെ ഞാൻ ചിക്കൻ തൈസ വാങ്ങിക്കാറ്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ സമൂസ എന്ന് നമ്മുടെ ഉള്ളിവട ഇല്ല നാട്ടിലത്തെ, അതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇത് മുമ്പ് വാങ്ങിച്ച് എനിക്ക് പണി കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഞാൻ വാങ്ങിക്കാൻ നിന്നില്ല. പിന്നെ നമ്മുടെ യോഗേർട്ട് സെക്ഷനിലേക്ക് പോയി ഞാൻ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ യോഗേർട്ട് കഴിക്കാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഞാൻ യോഗേർട്ട് വാങ്ങിക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ ഗ്രീക്ക് യോഗേർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. സാധാരണ വെറുതെ ഇരുന്നാണെങ്കിലും ഞാൻ കഴിക്കാറുണ്ട്. പിന്നെ ഒരു സെക്ഷൻ കടന്നു പോയപ്പോൾ ഫുൾ ജാപ്പനീസ് ഐറ്റംസ് ഉള്ളൊരു സെക്ഷൻ കണ്ടു. അപ്പോൾ പിന്നെ കുറച്ച് റൈസ് ക്രാക്കേഴ്സ് ഒരു വെറൈറ്റിക്ക് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് വാങ്ങിച്ചാണ്. പിന്നെ കുറച്ച് ബ്രസീൽ നട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ബ്രസീൽ നട്ട്സ്, അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മുട്ടയുടെ സെക്ഷനിലേക്കാണ് പോയത്. മുട്ട ഓരോന്നിൻ്റെ റേറ്റ് നമുക്ക് അവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. 2.35 pounds ആണ് മുട്ടയ്ക്ക്, 12 എണ്ണത്തിന്. മുട്ട ഇല്ലാത്തൊരു ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പിന്നെ അതെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സ്നാക്കിങ്ങിനായിട്ടൊരു വാനില മാർബിൾ ബണ്ണ് പോലത്തെ ഒരു സാധനം, നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ. പക്ഷെ അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല. നമ്മൾ LED പ്ലസ് എന്ന് പറഞ്ഞൊരു ആപ്പ് സ്കാൻ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ നമുക്ക് മുന്തിരി ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ലാസ്റ്റ് എടുത്ത മുന്തിരി. അപ്പോൾ ടോട്ടൽ നമുക്ക് ആയത് 21.20 pounds ആണ് ഇന്നത്തെ 1 വീക്കിലേക്കുള്ള ഷോപ്പിങ്ങിന്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ള സിംഗിളായിട്ടുള്ള എനിക്ക് 1 വീക്കിലേക്കുള്ള ഷോപ്പിങ്ങിനാണ് 21 pounds സംതിങ് ആയത്. അപ്പോൾ ലിഡിൽ പ്ലസ് ആപ്പ് യൂസ് ചെയ്തപ്പോൾ കിട്ടിയ ഡിസ്കൗണ്ട് ആണ് 35 pence. ഇപ്പോൾ ഓരോ വീക്കിൽ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റേറ്റ് മാറി വരും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ചൊന്ന് വാങ്ങിച്ചത്. ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതലാകും, ചിലപ്പോൾ ഇതിനേക്കാളും കുറഞ്ഞു ആവാറുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ ബീഫൊന്നും വാങ്ങിച്ചിട്ടില്ല. ബീഫ് മട്ടൺ അങ്ങനെയുള്ള സാധനങ്ങൾ, ഫിഷ്, ഈവൻ നമ്മുടെ നല്ല ഫിഷുകളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇവിടെ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല ഇന്ന് എൻ്റെ കയ്യിൽ. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെ ഞാൻ വാങ്ങിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. ബീഫൊക്കെ ഇടയ്ക്ക് ഞാൻ അത് ഞാൻ മോറിസണിൽ നിന്നാണ് വാങ്ങിക്കാറ്. മോറിസണിലെ ബീഫ് എനിക്ക്
കുറച്ചും കൂടി ഇഷ്ടമായിട്ട് തോന്നാറുണ്ട്. കാരണം നാട്ടിലൊക്കെ വെച്ചാണെങ്കിൽ നമ്മൾ നെയ്യില്ലാത്ത ബീഫ് തരുമെന്ന് കടയിൽ ചെന്ന് ചോദിക്കുകയോ ചെയ്യാറ്. പക്ഷെ ഇവിടെ ബീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇറച്ചി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിച്ചു കഴിയുമ്പോൾ എന്തോ നമ്മുടെ ബീഫ് കഴിക്കുന്നൊരു തോന്നലും അല്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എവിടെ ചെന്നാലും കുറച്ച് നെയ്യുള്ളൊരു ബീഫാണെന്നൊരു ഫീലിംഗ് വരാനായിട്ട് കുറച്ച് നെയ്യുള്ള ബീഫ് എവിടെന്നെങ്കിലും എടുക്കാൻ നോക്കുക. അപ്പം മോറിസണിലാവുമ്പോൾ കുറച്ചും കൂടെ ലേശം നെയ്യൊക്കെ ഉള്ള ബീഫാണ് വരാറ്. അതുകൊണ്ട് മോറിസണിൽ നിന്നാണ് ബീഫ് വാങ്ങിക്കാറ്. ബീഫൊക്കെ നല്ല എക്സ്പെൻസീവാണ്. മട്ടൺ എക്സ്പെൻസീവാണ്. പോർക്കാണ് കമ്പാരിറ്റീവ്ലി ഇതിനേക്കാളും റേറ്റ് കുറവ്. എന്നാലും പോർക്കും എക്സ്പെൻസീവാണ്. ഫിഷുകൾ എക്സ്പെൻസീവാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ ഫിഷും തന്നെ എക്സ്പെൻസീവാണ്. പിന്നെ ഫ്രോസൺ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവാണ്. പക്ഷേ ഇപ്പോഴത്തെ റീൽസിൽ ആളുകളൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഫ്രോസൺ എന്ന് പറഞ്ഞാലും വൈറ്റമിൻ അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് വാല്യൂസിന് കുറവൊന്നും ഇല്ലെന്നാണ് പറയാറ്. ഞാൻ ഇടയ്ക്ക് ഫ്രോസൺ ഇവിടെ വാങ്ങിച്ചു വെക്കാറുണ്ട്. അത് ഉണ്ടാക്കാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയാണ്. കാരണം എനിക്ക് എപ്പോൾ വേണമെങ്കിൽ അപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്താൽ മതി. അല്ലാത്ത നമ്മൾ നോർമൽ ഫിഷ് അല്ലെങ്കിൽ ചിക്കനൊക്കെ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ എക്സ്പയറി ഉണ്ട്. എക്സ്പയറിക്കുള്ളിൽ നമ്മൾ എടുത്ത് യൂസ് ചെയ്യണമെന്ന് നിർബന്ധിതരാവുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഫ്രോസൺ ആകുമ്പോൾ നമുക്ക് ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക് കറി വെക്കണമെങ്കിൽ ഞാൻ രാവിലെ എടുത്ത് വെച്ചിട്ട് ഉച്ചയ്ക്ക് കറി വെക്കും, അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഫ്രോസൺ കുറച്ചും കൂടെ യൂസ് ചെയ്യാനൊക്കെ എളുപ്പമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഫ്രോസൺ ഫിഷൊക്കെ വാങ്ങിക്കാറുണ്ട്. ചിക്കനും ബീഫൊക്കെ നോർമലായിട്ട് വാങ്ങിച്ച് അടുത്തടുത്ത ഡേറ്റുകളിൽ തന്നെ ഉണ്ടാക്കാനായിട്ടുള്ള രീതിക്ക് മാത്രമേ വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ ആഴ്ചത്തെ ഷോപ്പിംഗ് പരിപാടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.